ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു പുതിയ റെസിപ്പി പരിചയപ്പെടാം. പുതിയ റെസിപ്പിയല്ല, എല്ലാവർക്കും അറിയണത് തന്നെ. നമ്മുടെ എഗ് ബുർജി അഥവാ മുട്ട കുത്തിപ്പൊരിച്ചത്. അത് ഇത്തിരി നാടൻ രീതിയിൽ സ്പൈസിയാണ്, എന്നാൽ ഹെൽത്തിയാണ്. അത്യാവശ്യത്തിന് സ്പൈസി, പക്ഷേ കണ്ടാൽ നമുക്ക് സ്പൈസിയാണ് തോന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കാന്താരിയാണ്. കഴിഞ്ഞ നമ്മുടെ അവിയലിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ നമ്മുടെ കുറച്ച് കാന്താരിയൊക്കെ പൊട്ടിച്ചു. എന്നിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ വറ്റൽമുളകാണ്. വറ്റൽമുളകിൻ്റെ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ്. മിക്കവാറും ആൾക്കാർക്കും ഇഷ്ടമാണെന്ന് എൻ്റെ ഒരു വിചാരം. അപ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ അലുമിനിയത്തിൻ്റെ ചീഞ്ചട്ടിയാണ് കേട്ടോ അത്. നോൺ സ്റ്റിക്കിൻ്റെയിൽ വല്ലാതെ കോട്ടിങ്ങൊക്കെ പോയി, അപ്പം നമ്മളത് ഉപയോഗിക്കാറില്ല. ഇപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ തന്നെ ഉപയോഗിക്കാം. നമുക്കൊന്ന് വാങ്ങണം. അപ്പോൾ ഇത് പക്ഷേ എന്താ പറയുക, പെട്ടെന്ന് ചൂട് കയറിക്കോളും. കയ്യൊക്കെ പൊള്ളും, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയും വറ്റൽമുളകും കാന്താരിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തു. അത് ലാസ്റ്റ് ഇട്ട് കൊടുത്ത് തോന്നുന്നുണ്ട് കേട്ടോ, ഓർമ്മയില്ല. വറ്റൽമുളക് പ്രത്യേക ഒരു ടേസ്റ്റാണ്, നമുക്കത് പറയാൻ പറ്റില്ല. എനിക്ക് ഒന്നുമില്ല, നമ്മളൊരു മോരിലൊരു വറ്റൽമുളക് എണ്ണയിൽ ചൂടാക്കി ഉടച്ചാലും ഒരു ടേസ്റ്റാണ്. നന്നായി നമുക്ക് വഴറ്റി. ഇത് സംഭവം നമ്മൾക്ക് വഴറ്റാതെയോ അങ്ങനെ മുട്ട ഉപ്പും ചേർത്തിട്ടും യൂസ് ചെയ്യാം. അപ്പോഴും ഒരു പച്ചമണം ഇഷ്ടമുള്ളവർക്ക്, ഉള്ളിയുടെ പച്ചമണം, സവാളയുടെയൊക്കെ പച്ചമണത്തിന് വേറൊരു ടേസ്റ്റ് അല്ലേ. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വഴറ്റൊന്നും വേണ്ട. പക്ഷെ ഞാൻ ഇതിൽ നമുക്കൊരു യോജിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായി വഴറ്റണം. നന്നായി വഴറ്റി എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കണേ, ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അല്ലാതെ നമുക്കറിയില്ലല്ലോ. മുട്ടത് 2 ഇട്ടിട്ടുള്ളൂ, കാരണം കർക്കിടക മാസമാണ്. അവിടെ ഏട്ടൻ മാത്രമാണ് കഴിക്കുള്ളൂ, ഞാനൊന്നും കഴിക്കില്ല. അപ്പോൾ പിന്നെ പിള്ളേർ സ്കൂളിൽ പോയ ടൈമാണ്, പിന്നെ ഏട്ടന് മാത്രമേ വേണ്ടൂ. നന്നായി ഇങ്ങനെ ഇതാണ് അതിൻ്റെ നല്ല പണിയാണ്. കുത്തിപ്പൊരിച്ച് ഉടച്ചെടുക്കണം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ കുഞ്ഞ് റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ അറിയിക്കണേ. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.